കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സിയോനെന്നും വിളിക്കും. ആരും കടന്നു പോകാത്തവണ്ണം നീ നിർജ്ജനവും ദോഷവിഷയവുമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറയാവുന്ന ആനന്ദവും ആക്കി തീർക്കും. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചന ചിന്ത. മാത്രമല്ല, സിയോൻ എന്ന നഗരത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു അനുഗ്രഹീത ഭാഗം. നമുക്കറിയാം, സിയോൻ എന്ന വാക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ദാവീദുമായിട്ട് ബന്ധപ്പെട്ടാണ് വാക്ക് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ തന്നെ ഇസ്രായേൽ എന്ന ദൈവജനവുമായി ബന്ധപ്പെട്ടതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഈ പ്രവചന ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്ന ഒരു കാര്യമാണ്. എന്തുവാ പറയുന്നത്? എങ്ങനെയാണ്? നിന്നെ ക്ലേശിപ്പിച്ചവരുടെ തലമുറ നിൻ്റെ അടുക്കൽ വരും. എന്താ എൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളെ ക്ലേശിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം. ശത്രുക്കൾ പുതിയ നിയമ ചിന്തയിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് പിശാചാണ് നമ്മുടെ ശത്രു, പിശാചാണ്. പക്ഷെ പിശാച് പലരെയും ഉപയോഗിക്കാറുണ്ട്. ഇനി ഒന്നുകൂടെ പറയാം, നമുക്കെതിരെ നിൽക്കണം എന്ന് താല്പര്യത്തോടുകൂടെ എതിർക്കുന്ന മാനുഷിക മണ്ഡലങ്ങളുണ്ട്, അല്ലേ? നമ്മളെ തകർക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ, സ്തോത്രം, ഇല്ലെങ്കിൽ നമ്മളെ ഉടച്ചു കളയണം, നമ്മളെ നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ നിൽക്കുന്ന ചില മാനുഷിക മേഖലകളുണ്ട്. ഒരുപക്ഷെ ദൈവമക്കളെന്ന് പേരിൽ കിട്ടിയവരോ, സ്തോത്രം, പൈശാചികൻ ശക്തികളാൽ ഉപയോഗിക്കപ്പെടുന്നവരോ ആകാം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു ചെന്ന് ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും നമ്മുടെ മുഖാന്തരം ഒരു ബുദ്ധിമുട്ട് വേറൊരാളിന് വരുന്നുവെങ്കിൽ നീ അപകട മേഖലയാണെന്നുള്ള കാര്യം മറക്കരുത്. കാര്യം, നീ എതിർക്കുന്ന വ്യക്തിയോടൊപ്പം ദൈവം ഉണ്ടെങ്കിൽ, സ്തോത്രം, ദൈവത്തിൻ്റെ കരം, നീ എതിർക്കുന്ന വ്യക്തിയോടൊപ്പം ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ അത് നിനക്ക് ഭാരമായിട്ട് വരാം. പ്രീസലോ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാക്കണം, ആ ചിന്ത മനസ്സിലാക്കണം. നീ എതിർക്കുന്ന ചിലപ്പം, സ്തോത്രം, എന്തെങ്കിലും വിഷയങ്ങൾ അതിൻ്റെ പുറകിൽ കാണുമായിരിക്കാം. പക്ഷേ നീ എതിർക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നീ തകർക്കാൻ നോക്കുന്ന, നീ ഉടയ്ക്കാൻ നോക്കുന്ന, നീ ആക്ഷേപിക്കാൻ നോക്കുന്ന, പരിഹസിക്കാൻ നോക്കുന്ന, നിന്ദിക്കുന്ന, സ്തോത്രം, തള്ളിപ്പറയാൻ നിൽക്കുന്ന വ്യക്തികളോടൊപ്പം ദൈവം ഉണ്ടെങ്കിൽ, സ്തോത്രം, നീ ചെയ്യുന്നത് തെറ്റാണ്. നിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരം കാണത്തില്ല. അല്ല, അവരോടൊപ്പം ദൈവകരം ഉണ്ടെങ്കിൽ അത് നിനക്ക് ദോഷമായി ഭവിക്കുമെന്നുള്ളതിനകത്ത് സംശയമില്ല. ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ പറയും, ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുമ്പോൾ മിസ്രയീമിനോട് കണക്ക് ചോദിക്കാൻ ദൈവം മറന്നില്ല. സ്തോത്രം, നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ഉപയോഗിച്ച അതേ ചെങ്കടല് മിസ്രയീമിൻ്റെ, സ്തോത്രമല്ലേ, ഫറവോനെ അവൻ്റെ സൈന്യത്തെയും അവൻ്റെ എല്ലാ മേഖലകളെയും ആ കടലിനകത്തുള്ളെങ്കിലും മുക്കിക്കളയാൻ ദൈവത്തിന് പദ്ധതി തോന്നിയതിൻ്റെ കാരണം ഇസ്രായേലിനോടൊപ്പം ദൈവം ഉള്ളത് കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, നിന്നെ ക്ലേശിപ്പിക്കുന്നവരോ ഇല്ലെങ്കിൽ അവരുടെ തലമുറയോ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ വീണ് നമസ്കരിക്കുന്ന ഒരു മേഖല വരുമെന്നുള്ള കാര്യം മറക്കരുത്. യോസഫിനെ തകർക്കാൻ നോക്കിയവരാണ് അവൻ്റെ സഹോദരങ്ങൾ. അവസാനം എന്നാ പറ്റിയേ? ദൈവം യോസഫിനോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവനെ ആരാണ് ഉടയ്ക്കാൻ നോക്കിയത്, നിന്റെ സ്വപ്നം എന്താകുമെന്ന് ചോദിച്ചവരുടെ മുൻപിൽ, സ്തോത്രം, അതേ വ്യക്തികൾ യോസഫിൻ്റെ മുമ്പിൽ വന്ന് യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് തലവണങ്ങത്തക്ക രീതിയിൽ ദൈവം യോസഫിനെ മാനിപ്പാൻ തക്കവണ്ണം ഇടവന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അടുത്ത പറഞ്ഞ്, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അത് സത്യമല്ലേ? തിരുവചനത്തിൻ്റെ ശക്തി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. യഹൂദ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിയ ഹാമാൻ അവസാനം എസ്തർ എന്ന യഹൂദ സ്ത്രീയുടെ കാല് പിടിക്കേണ്ടി വന്നൊരവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തിരുവചനം അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ ഭാരപ്പെടേണ്ട. നിന്നെ നിന്ദിച്ചവർ, നിന്നെ ക്ലേശിപ്പിച്ചവർ നിൻ്റെ അടുക്കൽ വരുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ അതേ വ്യക്തികൾ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്, അത് നീ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ, സ്തോത്ര, സിയോൻ എന്നും വിളിക്കപ്പെടുമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരും കടന്നു പോകാത്ത വണ്ണം നീ നിർജ്ജനവും ദോഷവിഷയവുമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറയായുള്ള ആനന്ദമാക്കി തീർക്കും. ഇന്ന് നീ കേൾക്കുന്ന നിന്നയായിരിക്കാം, നീ ഒരു പ്രയോജനമില്ലാത്തവനാണ് എന്ന് പറയുന്ന ഒരു തരം നിന്റെ ജീവിതത്തിനകത്തുണ്ടായിരിക്കുക. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിന്നെ
തലമുറയായി നീ ഒരു ആനന്ദമായി, സ്തോത്രം, നീ ഒരു നിത്യ മാഹാത്മ്യമായി മാറത്തക്ക രീതിയിൽ മാനിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടട്ടെ. ഈ ആണ്ട്, ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ നന്മയായിട്ട് മാറും എന്നുള്ളതിനകത്ത് സംശയമില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വവും കരുണയും കൃപയും കരുതലും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കൂടെ ഇരിക്കണം. അനുഗ്രഹമായി സന്ദേശം മാറട്ടെ. ആയിരങ്ങൾ പതിനായിരങ്ങൾ രക്ഷയിലേക്ക് മാനസാന്തരത്തിലേക്ക് വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.